കോഴിക്കോട് കോർപ്പറേഷൻ വാർഡ് വിഭജനത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് UDF ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. ഇലക്ഷൻ കമ്മീഷനെ നോക്കുകുത്തിയാക്കി ഇടതുപക്ഷ അനുകൂല ഉദ്യോഗസ്ഥരാണ് വാർഡ് വിഭജനം നടത്തിയിരിക്കുന്നതെന്നും ജില്ലാ ഭാരവാഹികൾ കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. കോഴിക്കോട് കുറ്റിച്ചിറ വാർഡിൽ 10,499 വോട്ടർമാരെയും മുഖദാർ വാർഡിൽ 8,926 വോട്ടർമാരെയും ഉൾപ്പെടുത്തിയപ്പോൾ ഇവിടെ നിന്നും ഒഴിവാക്കിയ മെഡിക്കൽ കോളേജ് സൌത്ത് എന്നീ വാർഡുകളിൽ 2,396, 3,900 എന്നിങ്ങനെ പരിമിതമായ വോട്ടർമാരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോർപ്പറേഷനിലെ 55 വാർഡുകളിൽ 40 വാർഡുകളിലെയും അതിർത്തി മാറ്റിയതിൽ അശാസ്ത്രീയതയുണ്ട്. ഇത്തരത്തിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ വാർഡ് വിഭജനത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും ഇലക്ഷൻ കമ്മീഷനെ നോക്കുകുത്തിയാക്കി ഇടതുപക്ഷ അനുകൂല ഉദ്യോഗസ്ഥരാണ് വാർഡ് വിഭജനം നടത്തിയിരിക്കുന്നതെന്നും കോഴിക്കോട് കോർപ്പറേഷൻ UDF കോർഡിനേഷൻ കമ്മിറ്റി ആരോപിച്ചു. വോട്ടർമാരുടെ എണ്ണത്തിൽ 10% കൂടാം, 10% കുറയാം. അതിനപ്പുറം ഒരു വ്യത്യാസവും ഉണ്ടാകരുത് എന്ന വ്യക്തമായ മാർഗനിർദ്ദേശം ഇലക്ഷൻ കമ്മീഷന്റെ ഉണ്ട്. എന്നാൽ കോഴിക്കോട് കുറ്റിച്ചിറ വാർഡിൽ 10,499 വോട്ടുണ്ട്. അതേപോലെ തന്നെ മുഖദാർ വാർഡിൽ 9,000-ഓളം വോട്ടുണ്ട്. ഇതിൽ ദുരൂഹതയുണ്ടെന്നും ആക്ഷേപാഭിപ്രായങ്ങൾ സമർപ്പിക്കുന്നതിന് 2 ആഴ്ച സമയം അനുവദിക്കണമെന്നും DCC പ്രസിഡന്റ് KC അബു പറഞ്ഞു. വോട്ടർമാരെ ചേർക്കാൻ 3 പഞ്ചായത്ത് ഓഫീസുകൾക്ക് പുറമെ നിലവിലെ കോർപ്പറേഷൻ പരിധിയിലുള്ള ഹെൽത്ത് സർക്കിൾ ഓഫീസുകളിൽ കൂടി സൌകര്യം ഏർപ്പെടുത്തണമെന്നും പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ UDF കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ NP മൊയ്തീൻ, P കിഷൻ ചന്ദ്, EK ഗോപാലകൃഷ്ണൻ, K മുഹമ്മദ് അലി, K മൊയ്തീൻ കോയ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.